വിധായകൻ ശ്രീ ബൈജു കൊട്ടാരക്കര ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പോൾ തന്നെ ദിലീപ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കേസ് നടത്തുക എന്നുള്ളത് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. താങ്കളുടെ നിലപാട് എങ്ങനെയാണ് ഈ വിഷയത്തിൽ? മഞ്ജുഷേ, ആർക്കും ആരുടെ പേര് വേണമെങ്കിലും കേസ് കൊടുക്കാവുന്ന ഒരു നാടാണ് കേരളം. കേസ് കൊടുക്കട്ടെ. എന്തുദ്ദേശത്തിലാണ് ഈ കേസ് കൊടുക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കാലം ഈ 8.5 വർഷം അല്ലെങ്കിൽ ഈ 8 വർഷത്തോളം ഈ ജയിലിൽ കിടന്ന സമയത്തും പുറത്തു വന്ന സമയത്തും ഒക്കെ ഈ ദിലീപിന് സമയം ഉണ്ടായിരുന്നല്ലോ. ഈ വിചാരണ നടക്കുന്ന സമയത്ത് ഇത്രയും കാലം ദിലീപിന് കേസ് കൊടുക്കാൻ സമയമില്ലായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പൊ വിളിച്ചു പറയുന്നത്? ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, അടച്ചിട്ട മുറിയിലായിരുന്നല്ലോ വിചാരണ. ഈ അടച്ചിട്ട മുറിയിൽ വിചാരണ നടക്കുകയും ഇരയുടെ മാനം ജീവനക്കാരന്റെ വീട്ടിൽ കൊടുത്തുവിടുകയും ചെയ്ത 3 കോടതികളുണ്ട് കേരളത്തിൽ. അത് ഒന്ന് അങ്കമാലി കോടതിയാണ്, ഒന്ന് വിചാരണ കോടതിയാണ്, ഒന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ്. ഈ 3 കോടതികളിൽ നിന്നും മെമ്മറി കാർഡ് വരെ വീട്ടിൽ കൊടുത്തു വിട്ടു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആക്സസ് ചെയ്തു. ഈ ആക്സസ് ചെയ്തതിന്റെ FSL റിപ്പോർട്ട് അവിടുന്ന് ഈ വിചാരണ കോടതിയിൽ വന്നിട്ട് 1.5 വർഷമല്ലേ അത് പൂഴ്ത്തി വെച്ചിരുന്നത്. 1.5 വർഷം കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അതെടുത്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തു, ക്ലാരിഫിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട്. അതും പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോ ഇതൊക്കെയാണോ നീതി? ദിലീപിന്റെ ഫോണിൽ നിന്ന് ആക്രമണത്തിന്റെ മുഴുവൻ ലിഖിത രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അത് ഏത് പോലീസുകാരനാണ് അവിടെ കൊണ്ടിട്ടത്? അന്വേഷണ ഉദ്യോഗസ്ഥനാണ് കൊണ്ടിട്ടത്. ജഡ്ജിനെ സ്വാധീനിക്കാനായി എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ ഒരു വോയിസ് സ്ലിപ്പ് ഉണ്ടല്ലോ, തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന ഒരു വോയിസ് സ്ലിപ്പ്. അത് തൃശ്ശൂരെ BJPയുടെ നേതാവ് ഉല്ലാസ് എന്ന് പറയുന്നയാൾ ദിലീപിന്റെ അനുജൻ അനൂപിന് അയച്ചു കൊടുത്ത വോയിസ് സ്ലിപ്പ് ആണല്ലോ. എന്നിട്ട് ആ ഉല്ലാസ് മൊഴി മാറ്റി പറഞ്ഞില്ലേ? മൊഴി മാറ്റിയവരിൽ ഉൾപ്പെടുന്ന ആളല്ലേ? അതെന്താ അന്വേഷിക്കാത്തത്? അതൊക്കെയല്ലേ അന്വേഷിക്കേണ്ടത്. അപ്പോൾ പോലീസിന്റെ വീഴ്ച എന്നാണോ താങ്കൾ പറയുന്നത്? പോലീസിന്റെ വീഴ്ച പ്രോസിക്യൂഷന്റെ വീഴ്ച എന്നാണോ? പ്രോസിക്യൂഷന്റെ വീഴ്ച എന്നാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പ്രോസിക്യൂഷൻ ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു കഴിഞ്ഞു എന്നാണ് പറയാം. അതായത് അഡ്വക്കേറ്റ് ആസിഫ് അലി സാർ ഉണ്ടല്ലോ, പഴയ DGP, അദ്ദേഹം പോലും ഇന്നലെ പറയുന്നത് കേട്ടു. അദ്ദേഹം ഇതിന്റെ രേഖകൾ മുഴുവൻ കണ്ടിരുന്നു. ഞാൻ ഇതിന്റെ രേഖകൾ മുഴുവൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് വോയിസ് ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. ബാലേന്ദ്രകുമാർ ആദ്യം നിന്നോ നിറയെ വോയിസ് ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്. അതിനുശേഷമാണ് ഇത് ചാനലുകൾക്ക് പോലും ഇത് കൊടുക്കേണ്ടി വന്നത്. ചാനലുകൾക്ക് പോലും ബാലേന്ദ്രകുമാർ കൊടുത്തത് അതിനുശേഷമാണ്. നടി ആക്രമിക്കപ്പെട്ട ദിവസത്തിന്റെ പിറ്റേ ദിവസം പത്രസമ്മേളനം വിളിച്ച ആളാണ് ഞാൻ. എനിക്കറിയാം ഇതിനകത്ത് എന്താണ് സംഭവിച്ചെന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ ആരും അങ്ങനെ നിരപരാധി ചമഞ്ഞിട്ട് പുറത്തിറങ്ങി ഞാൻ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കും, അല്ലെങ്കിൽ കൂടെ നിന്ന ആൾക്കാർക്ക് മുഴുവൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുകയൊക്കെ അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. അതൊക്കെ കഴിഞ്ഞുപോയി. നടക്കുന്ന കേസൊന്നും അല്ലത്. ADGP സന്ധിക്കെതിരെ കേസ് കൊടുക്കുക. എന്നാ PR ശ്രീലേഖയ്ക്കെതിരെ DGP ശ്രീലേഖയ്ക്കെതിരെ കേസ് കൊടുക്കാത്ത എന്താ? ശ്രീലേഖ ജയിലിൽ പോയി കണ്ടപ്പോ വിറച്ചുകൊണ്ട് നിന്നോ? അപ്പൊ കമ്പിളി എടുത്ത് കൊടുത്തതാണോ? അതുകൊണ്ടാണോ ശ്രീലേഖയ്ക്കെതിരെ കേസ് കൊടുക്കാത്തത്? അങ്ങനെയാണോ സന്ധിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? ബൈജു പൗലോസിനെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുന്നത്? ഇവിടെ SP ആയിരുന്ന ജോർജ് സാറിനെതിരെ കേസ് കൊടുക്കാൻ നിൽക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ ഈ പോലീസുകാരെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് അവർ കാണിച്ചത് മുഴുവൻ ഈ പോലീസുകാർക്ക് ദിലീപിനോട് എന്താണ് ഇത്ര വിരോധം എന്തായിരുന്നു? അതാണ് അറിയാമേത്. ഈ ADGP സന്ധ്യയ്ക്കോ പോലീസുകാർക്കോ ദിലീപുമായിട്ട് എന്താണ് വിരോധം? അങ്ങനെ ചോദ്യമുണ്ടല്ലോ, എന്ത് വിരോധത്തിന്റെ പേരിൽ ദിലീപിനെ ഇങ്ങനെ കേസിൽ പ്രതിയാക്കണം? ദിലീപിനെ കേസിൽ പ്രതിയാക്കിയതിന്റെ വളരെ വ്യക്തമായ കാര്യകാരണങ്ങൾ അന്നത്തെ SP ആയിരുന്ന ജോർജ് എന്ന് പറയുന്ന വ്യക്തി, ജോർജ് സാർ, അദ്ദേഹം വളരെ വ്യക്തമായി, AB ജോർജ്, അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പല ഇന്റർവ്യൂകളിലും അന്ന് ചാനലുകളിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ അന്ന് അറസ്റ്റ് ചെയ്യുന്നതും അന്ന് 86 ദിവസം ദിലീപ് ജയിലിൽ കിടക്കുന്നതും. ആരെങ്കിലും തെളിവില്ലാതെ പിടിച്ചോണ്ട് ജയിലിൽ ഇടുവോ? അത് പ്രത്യേകിച്ച് ഒന്ന് ടെലിഫോൺ ലൈനിൽ തുടരുക ബൈജു കൊട്ടാരക്കര.